നമസ്കാരം. നവരാത്രി സാധനയുടെ 4ാമത്തെ ദിവസം തന്നിലെ അനന്തമായ സാധ്യതകളെ, തന്നിലെ ഈശ്വരീയ ശക്തികളെ, ആത്മവിശ്വാസത്തെ, കരുത്തിനെ സാധന ചെയ്ത് തൻ്റെ ആത്മാവിഷ്കാരത്തിലേക്കുള്ള യാത്രയിൽ സാധനാധന്യങ്ങളായ ദിവസങ്ങളാണ് നമുക്ക് നവരാത്രി ഉപാസന. ഈശ്വരനെ ഏറ്റവും അഗാധമായി അറിയാനും ആവിഷ്കരിക്കാനും പ്രകൃതിയുമായി തന്മയീഭവിക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് തന്നിലെ സ്ത്രൈണ ഭാവങ്ങളെ തിരിച്ചറിയുമ്പോഴാണ്. അത് കേവലം ശാരീരികമായ ഭാവമല്ല, സ്ത്രീ ശരീരങ്ങളിൽ മാത്രമുള്ളതുമല്ല. പ്രപഞ്ചത്തെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ പുലരാൻ കരുത്തേകുന്ന ഉദാത്തമായ സ്ത്രൈണഭാവങ്ങളുടെ ഉൾക്കൊള്ളലാണിത്. അതിൽ സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, കരുതലുണ്ട്, ആത്മവിശ്വാസമുണ്ട്, ആത്മവീര്യമുണ്ട്, ജാഗ്രതയുണ്ട്. ഇതെല്ലാം കൂടുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്തുപിടിക്കാൻ ഒരു വ്യക്തിയെ സന്നദ്ധമാക്കുന്ന ഉദാത്തമായ ഗുണങ്ങളാണ് സ്ത്രൈണം. ഇതാണ് ദേവീഭാവങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാം ആരാധിക്കുന്നത്. ആരാധനയിലൂടെ ക്രമേണ ഇത്തരം നന്മയുടെ, വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഭാവങ്ങൾ ഉപാസകനിലേക്കും സംക്രമിക്കുന്നു. സൃഷ്ടിയുടെ ഊർജം തന്നിൽ ധരിച്ചവൾ, ബ്രഹ്മാണ്ടങ്ങളെ തന്നിൽ നിന്ന് ചമച്ചവൾ, ഉടലും ഉയിരുമേകി പ്രപഞ്ചത്തിന് ജീവൻ പകർന്നവൾ, കരുത്തിൻ്റെ സ്തന്യാമൃതം പകർന്ന് ജീവനെ പുലർത്തിയവൾ, വാത്സല്യം നൽകി പരിപാലിച്ചവൾ. മാതൃത്വമെന്ന ഈ സർഗാത്മക പ്രക്രിയയുടെ ആവിഷ്കാരമാണ് ദേവീസങ്കല്പത്തിൻ്റെ ഏറെ ഭാവാത്മകമായ തലം. ഈശ്വരനെ ഏറ്റവും അഗാധമായി അറിയുന്ന, ആവിഷ്കരിക്കുന്ന തലം. സൃഷ്ടിയുടെ ഊർജം തന്നിൽ സംവഹിച്ച കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലാണ് ദേവിയെ നവരാത്രി ഉപാസനയുടെ 4ാം നാൾ നാം ആരാധിക്കുന്നത്. അനാദിയായ അറിവിൻ്റെ അക്ഷയമായ ഉറവാണ് ദേവി. ആ അറിവാണ് ദേവിയുടെ സ്തന്യാമൃതത്തിലൂടെ ഒരു തലമുറയ്ക്ക് മുഴുവൻ നൽകി അവരെ കരുത്തിൻ്റെ സന്തതികളാക്കി മാറ്റുന്നത്. നവരാത്രിയുടെ ആദ്യ 3 ദിവസങ്ങളിൽ ഇച്ഛാശക്തിയുടെ ഭാവത്തിലാണ് ദേവിയുടെ ഉപാസനയെങ്കിൽ, ഇനിയുള്ള 3 ഭാവങ്ങൾ ദേവിയുടെ ക്രിയാശക്തിയുടെ ആവിഷ്കാരമാണ്. ഊർജത്തെ അണ്ഡരൂപത്തിൽ ഉള്ളിൽ സംഭരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് കൂഷ്മാണ്ഡ എന്ന ദേവീഭാവം പ്രസക്തമാകുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങളെ ഊർജരൂപത്തിൽ അണ്ഡാകാരത്തിൽ തന്നിൽ സംഭരിച്ചവൾ, സൃഷ്ടിയുടെ ഈ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ. പരമേശ്വരനുമായുള്ള സമാഗമത്തിൽ ശിവകാമേശ്വരിയായി പ്രപഞ്ചമംഗളത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി രൂപം കൊണ്ട ശിവതേജസ്സിനെ തന്നിൽ ധരിച്ച് വിശ്വഗർഭയായ ആദിപരാശക്തിയുടെ ഭാവമാണിത്. സ്വാത്മനഃ ഭാവയിത്രീ സാ പരിപാലയിതവ്യ, ഐതരേയോപനിഷത്തിലെ വാക്യമാണിത്. തൻ്റെ തേജോരൂപമായ ആത്മാവിന് ഉദരത്തിൽ ധരിച്ചവളായതിനാൽ അവൾ പരിപാലിക്കപ്പെടേണ്ടവളാണ് എന്ന ബോധ്യത്തിൽ പരമേശ്വരൻ്റെ സ്നേഹസംരക്ഷണയിൽ സന്തുഷ്ടമായ ശ്രീപാർവതിയുടെ പ്രസന്നഗംഭീര ഭാവമാണ് കൂഷ്മാണ്ഡ എന്നത്. സുരാസമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തു മേ. കൈകളിൽ രക്തകലശവും കമണ്ഡലവും താമരപ്പൂവും എന്തിയ കൂഷ്മാണ്ഡ എന്ന ഈ ഭാവത്തിൽ ദേവി സർഗാത്മകതയുടെയും സൃഷ്ടിപരതയുടെയും ആവിഷ്കാരമാണ്. ഈ പ്രപഞ്ചത്തിനു മുഴുവൻ സംരക്ഷണം നൽകാൻ കെൽപ്പുള്ള ആത്മവീര്യം ഓരോരുത്തരുടെ ഉള്ളിലും അന്തർലീനമാണ്. അതിനെ സാധന ചെയ്ത് ഉണർത്തുന്നതാവണം ദേവീ ഉപാസനയുടെ ഈ ദിനങ്ങൾ. ഇതാണ് ഭാരതീയ ആചാര്യന്മാർ വിവക്ഷിച്ചത്. നമസ്കാരം.